കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്നവർ ഈ കാര്യം ഒന്ന് പരിഗണിക്കേണ്ടതാണ്. ചെറിയ വിഷയമാണെങ്കിലും അല്പം ഗൗരവമുള്ളതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ സ്കൂൾ വെക്കേഷൻ സമയത്ത് കുട്ടികളെ കൊണ്ട് വളരെ സജീവമായിരുന്ന സ്ഥലങ്ങളായിരുന്നു കൊല്ലത്തെ പ്രസിദ്ധമായ പീരങ്കി മൈതാനവും ആശ്രാമം ഗസ്റ്റ് ഹൗസിന് മുന്നിലുള്ള സ്ഥലവും അതുപോലെ ആശ്രാമം മൈതാനവുമൊക്കെ. ഇന്നിപ്പോൾ ഇവിടമൊക്കെ കുട്ടികൾക്ക് അപ്രാപ്യമായ നിലയിലായി മാറിയിരിക്കുകയാണ്. എൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ ഈ ഗ്രൗണ്ടുകളിൽ കളിക്കാനായി അല്പം സ്ഥലം കിട്ടാൻ വേണ്ടി രാവിലെ 5 മണിക്ക് മുമ്പ് തന്നെ ഗ്രൗണ്ടിലേക്ക് വരേണ്ടി വന്നിട്ടുണ്ട്. അത്രമാത്രം കുട്ടികളാണ് ഇവിടങ്ങളിൽ കളിക്കാൻ വരാറ്. പലതരത്തിലുള്ള വികസനങ്ങളുടെ പേരിൽ ഈ സ്ഥലമൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റാതായിരിക്കുകയാണ്. പീരങ്കി മൈതാനം പൂർണ്ണമായി നഷ്ടപ്പെട്ട നിലയിലാണ്. ഇൻഡോർ സ്റ്റേഡിയം പണിതിട്ട് പൂർത്തിയാകാതെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. ബാക്കിയുള്ള സ്ഥലം പഴയ കോർപ്പറേഷൻ അധികാരികൾ വേസ്റ്റ് ഡംപിംഗ് ഏരിയയായി ആണ് മാറ്റിയിരുന്നത്. പുതിയ ഭരണാധികാരികൾ അത് മാറ്റാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. ബാക്കി കുറേ സ്ഥലം പലർക്കായി വാടകയ്ക്ക് കൊടുത്തു. ആശ്രാമം ഗസ്റ്റ് ഹൗസിന് മുന്നിലുള്ള സ്ഥലം കുറേ ഭാഗം സാംസ്കാരിക കേന്ദ്രം കൊണ്ടുപോയി. ബാക്കി സ്ഥലം പാർക്കിന് വേണ്ടി പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുകയാണ്. ആശ്രാമം ഗ്രൗണ്ടാണ് ഇനിയെങ്കിലും അല്പം ബാക്കിയുള്ളത്. ആശ്രാമം ഗ്രൗണ്ടിൽ തന്നെ ഈ വെക്കേഷൻ പോലുള്ള സമയങ്ങളിൽ പലപ്പോഴും എക്സിബിഷനൊക്കെ നടക്കുന്നത് കാരണം അതിനുള്ള ഈ കളിക്കാനുള്ള സൗകര്യം ഉണ്ടാകാറില്ല. ബാക്കിയുള്ള കുറേ സ്ഥലങ്ങൾ ഹെലിപ്പാഡും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകാർ അവരുടെ ട്രെയിനിങ് നടത്താനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ കുറേ ഭാഗമുള്ളത് ക്രിക്കറ്റ് ട്രെയിനിങ്ങിനുള്ള ഏരിയ ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഇടയിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം തീരെ കിട്ടാറില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ടർഫുകൾ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ സാമ്പത്തികമായി ചിലവുള്ളതിനാൽ എല്ലാവർക്കും അത് പ്രായോഗികമായി നടക്കുന്ന കാര്യവുമല്ല. ഇതുപോലുള്ള പൊതുസ്ഥലങ്ങൾ കുറയുമ്പോൾ കുട്ടികൾ മറ്റ് ആക്ടിവിറ്റിയിലേക്ക് തിരിഞ്ഞു പോകും. കുട്ടികളുടെ മൊബൈൽ അഡിക്ഷനും അതുപോലെ തന്നെ ലഹരിപരമായിട്ടുള്ള ഉപയോഗങ്ങളൊക്കെ കുറയ്ക്കാൻ അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി ഇതുപോലുള്ള പൊതു കളിസ്ഥലങ്ങൾ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിലേക്ക് കുട്ടികളെ ആകർഷിക്കാനുള്ള പദ്ധതിയും ഒക്കെ സർക്കാർ തന്നെ കൊണ്ടുവരേണ്ടതുമാണ്. പണ്ടുകാലത്തൊക്കെ ധാരാളം അമ്പലം പറമ്പുകളും അതുപോലെ തന്നെ സ്കൂൾ കോളേജ് ഗ്രൗണ്ടുകളും ഒക്കെ ഇതിനായി കുട്ടികൾ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ അതൊക്കെ പല രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കാരണം അതും ഒക്കെ നഷ്ടമായിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇതുപോലുള്ള പൊതുസ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ വരും തലമുറയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും അത്.